ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റിബൺ വെച്ചുകൊണ്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് അതിൽ ഒരു റിബണാണ് ആവശ്യമായിട്ടുള്ളത്. ഇതിനെ നമുക്ക് അളവ് നോക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മൊത്തമായിട്ട് 5 പെറ്റൽസുകളെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 5 പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റർ കൊണ്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കാം. സെൻറ്റർ ഭാഗം ഉള്ളിലേക്ക് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൽ കിട്ടുന്നത്. നല്ല വൃത്തിയായിട്ട് അതിലേക്കൊന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്ന് ഉരുക്കിയെടുക്കാം. ഇതുപോലെ തന്നെ 5 പെറ്റൽസുകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു സൂചി കൊണ്ട് ഒന്ന് കോർത്തെടുക്കാം. അതിനുശേഷം എല്ലാ പെറ്റൽസുകളെയും അതിലേക്കൊന്ന് കോർത്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഫസ്റ്റായിട്ട് വന്നിട്ടുള്ള ആ ഒരു പെറ്റൽസിലേക്ക് ചേർത്ത് ഇതിനെ ഒന്ന് തുന്നിയെടുക്കാം. ഇങ്ങനെ തുന്നിയെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടുന്നതാണ് കേട്ടോ. അതിന് നല്ല രീതിയിൽ കെട്ടി യോജിപ്പിച്ചെടുക്കുക, വിട്ടുപോവാത്ത രീതിയിൽ. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ 2 ഫ്ലവർ കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ഹെയർ ക്ലിപ്പിലേക്ക് ഒരു ക്ലോത്തിനെ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സൈഡെല്ലാം വേണ്ടാത്ത ഭാഗങ്ങളെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കുറേ അധികം ഹെയർ ക്ലിപ്സുകളും ഹെയർ ബൺസും ഉണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കാൻ മറക്കരുത്. അടുത്ത ദിവസങ്ങളിൽ കിടിലനായിട്ടുള്ള കുറേ അധികം ഐഡിയാസ് വരുന്നുണ്ട്. അതിനെയെല്ലാം ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ മുകളിലായിട്ട് അടുത്ത ഫ്ലവറിനെ കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്ലവറിനെ കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 3 ലെയറുകളാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബട്ടനെ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ക്യൂട്ടായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കാൻ മറക്കരുത്. അടുത്ത ദിവസം കാണാം. താങ്ക് യു.